മുൻ FBI ഡയറക്ടർ ജെയിംസ് കോമിയും ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള വർഷങ്ങൾ നീണ്ട രാഷ്ട്രീയ പോരാട്ടം ഇപ്പോൾ അതീവ ഗൗരവകരമായ ഒരു നിയമയുദ്ധത്തിലേക്ക് മാറിയിരിക്കുകയാണ്. കേവലം ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റിന്റെ പേരിൽ കോമിക്കെതിരെ കൊലവിളിക്കുറ്റം ചുമത്തപ്പെടുമ്പോൾ അമേരിക്കൻ രാഷ്ട്രീയം വീണ്ടും കലുഷിതമാകുന്നു. അമേരിക്കൻ അന്വേഷണ ഏജൻസിയായ FBIയുടെ തലപ്പത്തിരിക്കുന്ന വ്യക്തി അതേ രാജ്യത്തിന്റെ പ്രസിഡന്റിനെ വധിക്കാൻ ആഹ്വാനം ചെയ്തു എന്നാരോപിച്ച് നിയമ നടപടി നേരിടുന്നത് അസാധാരണമായ ഒരു സംഭവമാണ്. 8647 എന്ന ലളിതമെന്ന് തോന്നാവുന്ന നാലക്ക സംഖ്യയാണ് ഈ വിവാദത്തിന്റെ കാതൽ. എന്താണ് 8647 വിവാദം? കഴിഞ്ഞ വർഷം നോർത്ത് കരോലിനയിൽ കടൽത്തീരത്തു നിന്ന് ജെയിംസ് കോമി പങ്കുവച്ച ഒരു ചിത്രമാണ് ഇപ്പോൾ അദ്ദേഹത്തിന് വിനയായിരിക്കുന്നത്. കടൽ ചിപ്പുകൾ ഉപയോഗിച്ച് മണലിൽ 8647 എന്ന് എഴുതിയതായിരുന്നു ആ ചിത്രം. 86 എന്നത് ഒരു ഹോട്ടലിൽ നിന്നോ ബാറിൽ നിന്നോ ഒരാളെ പുറത്താക്കുന്നതിനോ അല്ലെങ്കിൽ കുറ്റകൃത്യങ്ങളുടെ പശ്ചാത്തലത്തിൽ ഒരാളെ വകവരുത്തുന്നതിനോ ഉപയോഗിക്കുന്ന വാക്കാണ്. 47 എന്നതിന്റെ അർത്ഥം ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ 47ാമത് പ്രസിഡന്റാണ്. ഈ രണ്ടക്കങ്ങളും ചേർത്ത് വായിക്കുമ്പോൾ 47ാമനെ ഇല്ലാതാക്കുക എന്ന കൃത്യമായ സന്ദേശമാണ് കോമി നൽകിയതെന്ന് ട്രംപ് ഭരണകൂടം വാദിക്കുന്നു. നിലവിലെ FBI ഡയറക്ടർ കാഷ് പട്ടേൽ ഈ നീക്കത്തെ അതീവ ഗൗരവത്തോടെയാണ് കാണുന്നത്. ഒരു മുൻ ഏജൻസി മേധാവിക്ക് ഇത്തരം വാക്കുകളുടെ പ്രത്യാഘാതം അറിയില്ല എന്ന് പറയുന്നത് വിശ്വസിക്കാനാവില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. താൻ നിരപരാധിയാണെന്നും ഇതൊരു രാഷ്ട്രീയ സന്ദേശം മാത്രമായിരുന്നു എന്നുമാണ് ജെയിംസ് കോമിയുടെ വിശദീകരണം. ആക്രമത്തെ പ്രോത്സാഹിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. സ്വതന്ത്രമായ നീതിന്യായ വ്യവസ്ഥയിൽ എനിക്ക് വിശ്വാസമുണ്ട് എന്ന് അദ്ദേഹം ഇൻസ്റ്റഗ്രാമിലൂടെ തന്നെ പ്രതികരിച്ചു. അക്കങ്ങളുടെ ഗൂഢാർത്ഥത്തെക്കുറിച്ച് തനിക്ക് അറിയില്ലായിരുന്നുവെന്നും അദ്ദേഹം അവകാശപ്പെടുന്നു. ട്രംപും കോമിയും തമ്മിലുള്ള പോരാട്ടം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. ട്രംപിന്റെ ആദ്യ ഭരണകാലത്ത് റഷ്യൻ തിരഞ്ഞെടുപ്പ് ഇടപെടലുകളെ കുറിച്ച് അന്വേഷിച്ചതിനാണ് കോമിയെ പുറത്താക്കിയത്. കോമിയുടെ മകൾ മോറിൻ കോമിയെ ഫെഡറൽ പ്രോസിക്യൂട്ടർ സ്ഥാനത്ത് നിന്ന് നീക്കിയത് വലിയ വാർത്തയായിരുന്നു. ഇത് തന്റെ അച്ഛനോടുള്ള രാഷ്ട്രീയ പകപോക്കലാണെന്ന് മോറിൻ ആരോപിച്ചിരുന്നു. മുമ്പ് കോമിക്കെതിരെ എടുത്ത കേസുകൾ കോടതി തള്ളിയിരുന്നു. എന്നാൽ പുതിയ കേസ് കൂടുതൽ ഗൗരവകരമായ കുറ്റപത്രമാണ് മുന്നോട്ട് വെക്കുന്നത്. ഈ കേസ് നിലനിൽക്കില്ലെന്നാണ് ഭൂരിഭാഗം നിയമവിദഗ്ധരും കരുതുന്നത്. ഇതൊരു വ്യക്തിയുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റമാണെന്നും ഒരു ചിത്രം പങ്കുവച്ചതിനെ കൊലപാതക ശ്രമമായി കാണുന്നത് രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണെന്നും ഇവർ വാദിക്കുന്നു. കുറ്റം തെളിയിക്കപ്പെട്ടാൽ ഓരോ വകുപ്പിലും 10 വർഷം വീതം തടവ് ശിക്ഷ ലഭിച്ചേക്കാം. Waytonikah.com, the exclusive Muslim matrimonial site.